നമസ്കാരം. ശനിയും ശുക്രനും ഒന്നിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം 2025 വർഷത്തിൽ ശനിയും ശുക്രന്റെ അനുഗ്രഹം നേടിക്കൊണ്ട് വിജയിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 സ്വപ്ന തുല്യമാക്കാൻ പറ്റുന്ന ആ നാളുകാരെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും അവസാനിച്ചത്, ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് എത്താൻ 2025 പുതുവർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ധനപരമായ ഉയർച്ചയിലേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് 2025 എത്താൻ സാധിക്കും. തൊഴിൽപരമായി, കർമ്മപരമായി എല്ലാം ഉയർച്ച വന്നെത്തുന്ന ഒരു സമയമാണ് 2025. വർഷങ്ങളായിട്ട് തൊഴിൽ നോക്കുന്നവർക്കാണെങ്കിൽ നല്ല ജോലിയിലെത്താൻ പറ്റുന്ന, ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഇന്ന് വരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറ്റം വന്ന് സ്വപ്നതുല്യമായ ഒരു ജീവിതം പടുത്തുയർത്താൻ 2025 നിങ്ങൾക്ക് സാധിക്കും. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ജോലിയിൽ സ്ഥാനക്കയറ്റം തുടങ്ങിയതെല്ലാം പൊന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് 2025 പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. സാമ്പത്തികപരമായി ഉയർച്ച, കുടുംബജീവിതത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. രോഗപരിഹാരങ്ങൾ, രോഗശാന്തി, എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറാൻ 2025 പുതുവർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്ന ഒരു വർഷമാണ് 2025. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ഭാഗ്യവർഷമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് 2025 പുതുവർഷം. ജീവിതത്തിൽ ഇതുവരെ ആഗ്രഹിച്ച എല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നതി ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 രാജയോഗം തന്നെ എന്ന് പറയാം. ഏത് കാര്യത്തിൽ തൊട്ടാലും അത് 100% വിജയിക്കും. ലോകം വാഴ്ത്തിപ്പാടും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മനപ്രയാസങ്ങളൊക്കെ മാറി എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സന്തോഷത്തിലേക്ക് പര്യവസാനിക്കുന്ന ഒരു വർഷമാണ് 2025. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാര് വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഐശ്വര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കഠിനാധ്വാനം കൊണ്ട് വളരെയധികം നല്ല നിലയിൽ ഈ 2025 നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറുന്ന ഒരു ഭാഗ്യവർഷമാണ് 2025. അടുത്ത നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല കാലം വന്നെത്തിയ ഒരു സമയമാണ് ഈ 2025. ധനപരമായ നേട്ടം, അംഗീകാരങ്ങൾ തേടി വരും. നമ്മളെ പുച്ഛിച്ച ആൾക്കാർ വരെ നമ്മളെ തേടി വരും. നമ്മുടെ ഒരു ക്ഷയിക്കാനും മേടിക്കാനും വരെ അവർ കാത്തിരിക്കുന്ന ഒരു സമയം എന്ന് നമുക്ക് പറയാം. അതുപോലെ ഒരു രാജയോഗമാണ് പുണർദ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രങ്ങളാണ്. തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ, ജീവിതത്തിൽ തരണം ചെയ്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജീവിതത്തിൽ വിജയത്തിലേക്ക് മുന്നേറാൻ മാറും. സങ്കടങ്ങളൊക്കെ മാറി 2025 ഭാഗ്യവർഷം തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചത്. അതായത് വീട് പണികളൊക്കെ നടക്കാൻ യോഗം കാണുന്നുണ്ട്. പുതിയ വീട്ടിൽ താമസിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതായത് തിരുവാതിര നക്ഷത്രക്കാരുള്ള വീടിന് തന്നെ ഐശ്വര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ പുതുവർഷം. ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. പുതിയ വീട്, വാഹനം, സന്താനയോഗം ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് 2025. ഈ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. സ്വപ്നതുല്യമായ ഒരു ജീവിതം പടുത്തുയർത്താൻ ഈ പുതുവർഷം
നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക ഭദ്രത, തൊഴിൽപരമായ നേട്ടം, വിദ്യാവിജയം എന്നിവയും ഈ 2025 പുതുവർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നേടാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ലൈക്കുമായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.